തൃശൂർ വാൽപ്പാറയിൽ പലചരക്ക് കടകൾ തകർത്ത കാട്ടാനക്കൂട്ടം വാൽപ്പാറ തമിഴ്നാട് അതിർത്തിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പലചരക്ക് കടകളും സ്കൂളിലെ ഭക്ഷണ കേന്ദ്രങ്ങളും തകർത്ത സാധനങ്ങൾ ഭക്ഷിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശൂരിൽ പലയിടങ്ങളിലായി ഇപ്പോൾ കാട്ടാന ശല്യം രൂക്ഷമാവുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെയും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വാൽപ്പാറയിലാണ് ഇപ്പോൾ പല ചരക്ക് കടകൾ തകർത്തിരിക്കുന്നത്. എപ്പോഴായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു സംഭവം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? ആനയെ സംഭവ സ്ഥലത്ത് നിന്നും തുരത്തിയോ? തൃശൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം കുറച്ച് നാളുകളായി രൂക്ഷമാണ്. വടക്കാഞ്ചേരി, അകമല, അതുപോലെ അതിരപ്പള്ളി, പാലപ്പള്ളി, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ വാൽപ്പാറ, ഇത്തരം മേഖലകളിൽ നിരന്തരം കാട്ടാനകളുടെ അതുപോലെ തന്നെ പുലികളുടെ ഒക്കെ ആക്രമണമുള്ള ഒരു മേഖലയാണ് ഈ വാൽപ്പാറ. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയൊരു കാട്ടാനക്കൂട്ടം ഇറങ്ങി കടകൾ തകർത്തത്. ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചന്തയിൽ ഉള്ള 2 കടകളാണ് തകർത്തത്. മാത്രമല്ല, സ്കൂളിന്റെ ഭക്ഷണ കേന്ദ്രങ്ങളും കാട്ടാന തകർത്തു. വാൽപ്പാറയ്ക്ക് അടുത്തുള്ള മുഡീസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായ സ്ഥലം തമിഴ്നാട്ടിൽ പെടുന്ന കോയമ്പത്തൂർ ജില്ലയിൽ പെടുന്ന സ്ഥലമാണ്. പക്ഷേ കേരള അതിർത്തിയോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. തൃശൂർ ജില്ല അതിന് പങ്കിടുന്ന സ്ഥലം കൂടിയാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഈ ഇരു സംസ്ഥാനക്കാരും, അതായത് കേരളത്തിലെ ഉള്ളവരും തൊട്ടപ്പുറത്ത് കിടക്കുന്ന കോയമ്പത്തൂർ ജില്ലയിൽപ്പെടുന്ന തമിഴ്നാട്ടുകാരും ഈ വന്യമൃഗ ശല്യത്തിൽ തുല്യ ദുഃഖിതരാണ്. കാട്ടാനയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ ഇരു സംസ്ഥാനക്കാരും ദുഃഖിതരാണ്. ഇപ്പോൾ ഉണ്ടായത് കോയമ്പത്തൂർ ജില്ലയിലാണെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായത് തൃശൂർ ജില്ലയിൽപ്പെടുന്ന വാൽപ്പാറയിലാണ് ഉണ്ടായത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപ് ആണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൻ വെള്ളം ശേഖരിക്കാൻ പോയ 5 വയസ്സുകാരനെ പുലി പിടിക്കാൻ വന്നത്. അന്ന് നിസാര പരിക്കുകളോടെ ആ ബാലൻ രക്ഷപ്പെട്ടു. പക്ഷെ ഏറ്റവും ഒടുവിൽ തേയിലത്തോട്ടത്തിൽ അമ്മയോടൊപ്പം നിൽക്കുകയായിരുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പുലി അമ്മയുടെ കൺമുൻപിൽ വെച്ച് തന്നെ കടിച്ചു കൊണ്ടുപോയി വനാതിർത്തിയിൽ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ കാട്ടാനകൾ നിരന്തരം ഈ മേഖലയിൽ ശല്യമുണ്ടാക്കുന്നത്. വലിയ രീതിയിലുള്ള തോട്ടമുള്ള ഒരു മേഖലയാണ് തേയിലത്തോട്ടങ്ങൾ. തോട്ടത്തിൽ നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിയെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവർക്ക് സ്വൈര്യമായി ഈ വന്യമൃഗ ശല്യത്തിൽ പണിയെടുക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ കാട്ടാനക്കൂട്ടം തകർത്തത്. അന്ന് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തോട്ടം തൊഴിലാളികൾ വലിയ രീതിയിലുള്ള തർക്കമുണ്ടാവുകയും നേരിയ തോതിൽ അത് സംഘർഷത്തിൽ വരെ എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ വലിയൊരു സംഘം കാട്ടാനകൾ ഇറങ്ങി 2 കടകൾ തകർത്ത് അവിടുത്തെ ഭക്ഷ്യ സാധനങ്ങൾ ഭക്ഷിക്കുകയും കുറെ ഭക്ഷ്യ സാധനങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. സംഭവം ഈ ശബ്ദം കേട്ട് ഓടിക്കൂടിയ ആളുകൾ ഒച്ച വെച്ചും ശബ്ദമുണ്ടാക്കിയാണ് ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയതായിട്ട് പ്രദേശവാസികൾ പറയുന്നത്. കുറച്ച് ദിവസങ്ങളായി തന്നെ 13ഓളം വരുന്ന കാട്ടാനകൾ ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ഇവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. കടുത്ത ഭീതിയിലാണ് തങ്ങൾ കഴിയുന്നത്. എന്തായാലും തമിഴ്നാട് വനംവകുപ്പും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കേരള വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഈ വന്യമൃഗ ശല്യം തടയാൻ ശാശ്വതമായി ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇരു സംസ്ഥാനത്തിലും, അതായത് ഇരു ജില്ലകളിലും തൃശൂർ ജില്ലയിലും കോയമ്പത്തൂർ ജില്ലയിലും പെടുന്നവർ ഒരേ സ്വരത്തിൽ പറയുന്ന ഏക കാര്യം തങ്ങളെ ഈ തരത്തിലുള്ള വന്യമൃഗ ശല്യത്തിൽ നിന്നും ശാശ്വതമായി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ട് രക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം. ശരി, അനീഷ് ആന്റണിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.